ഈ ആഴ്ച ഒരു ചില്ലി കുറയാതെ തിരികെ തരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ആവർത്തിച്ചു പറയുന്നതിൽ മുഷിപ്പ് തോന്നേണ്ട. മാറ്റം മാനുഷികമായല്ല, അതിനായി നമ്മൾ ഒത്തിരി ശ്രമിച്ചതാണ്, ഓടിയതാണ്, അലഞ്ഞതാണ്. അവസാനം പിന്നാലെ വന്നവർ ഏറി മെതിച്ച് പോയപ്പോൾ ചവിട്ട് കൊണ്ട് വീണ് കിടന്ന് കരഞ്ഞവരുമാണ് ആണേ. അപ്പോൾ ലോകപ്രകാരം ഇല്ല. അവിടെ നിങ്ങൾ ചിലത് പ്രാപിച്ചു, അത് ദൈവത്താലാണ്. ആ കണ്ണുനീരിൻ്റെ അനുഭവം മാറിയത്, ആ നിരാശയ്ക്ക് അറുതി വന്നത്, സന്തോഷത്തിൻ്റെ പുതിയ അനുഭവങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെട്ടത് ദൈവത്താൽ തന്നെ. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്കൊപ്പം ചേർന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രത്യാശ ഈ ദിവസങ്ങളിൽ അധികം വർദ്ധിക്കുവാൻ, പിന്നെയും ശ്രേഷ്ഠകരമേറിയത് ദൈവത്തിലൂടെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. എപ്പോഴും തിരിച്ചറിയുക, വലുതാകട്ടെ ചെറുതാകട്ടെ, നിങ്ങൾ ദൈവത്തിൽ നിന്നൊന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തുടക്കം മാത്രമാണ്. ആവർത്തനങ്ങളുണ്ടാകും. പിശാചിന് മാത്രമല്ല കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ആവർത്തനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നത് ദൈവത്തിനും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വർധനവിൻ്റെയും ആവർത്തനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ കഴിയും. ആ വിധത്തിൽ ആവർത്തനങ്ങളുടേതായി മാറട്ടെ മുൻപിലുള്ള ദിവസങ്ങൾ. ചിലർ പറയുന്നുണ്ട്, പാസ്റ്റർ, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും ഞങ്ങൾക്കിതുവരെ അത് പ്രാപിക്കുവാൻ, ആ മാറ്റം അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല. അത് ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ മാറുവാൻ പോകുന്നു, ആ എക്സ്പീരിയൻസ് മാറുവാൻ പോകുന്നു. അതേ, നഷ്ടപ്പെട്ടവരായി തലകുനിച്ച് നിൽക്കുന്ന ആ എക്സ്പീരിയൻസ്, നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് കരയുന്ന, പരസ്പരം പറഞ്ഞ് പരിതപിക്കുന്ന സഹോദരി വീട്ടിനകത്തിരുന്ന് മക്കളൊക്കെ പുറത്തു പോകുമ്പോൾ സഹോദരിയുമായി ചേർന്ന് പറഞ്ഞ്, അയ്യോ അങ്ങനെ പറ്റാതിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ, അങ്ങനെ ഉണ്ടാകാതിരുന്നെങ്കിൽ, ആ നഷ്ടം കടന്നു വരാതിരുന്നെങ്കിൽ, അല്ലേ ഇന്നിങ്ങനെ ഒന്നും ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് പരസ്പരം പറയുന്ന ആ നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയ്ക്ക് യേശു ഈ ആഴ്ച മാറ്റം വരുത്തും. ഇനി ആ നഷ്ടത്തെക്കുറിച്ചോർത്ത് വിലപിക്കുവാൻ, സഹോദര, നഷ്ടപ്പെട്ട ആ തൊഴിലിനെക്കുറിച്ചോർത്ത് വിലപിക്കുവാൻ, കരയുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ജീവിതത്തിലെ നല്ല സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചോർത്ത് കരയുവാൻ ഇനി ദൈവം അനുവദിക്കത്തില്ല. മക്കളെ, ഇനിയും സ്വയം പറഞ്ഞ് പരിതപിച്ചും, എന്തിന് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞും കാലം കഴിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ. മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ അവർ ആ പ്രതിസന്ധിക്ക് കാരണമായ അവരുടെ വീഴ്ചകളിലേക്ക് നോക്കുന്നതിന് പകരം മാതാപിതാക്കളെ അങ്ങ് കുറ്റം പറയും. അവൻ പരീക്ഷയിൽ തോറ്റാൽ കുറ്റം മാതാപിതാക്കൾക്ക്, ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു പോയാൽ കുറ്റം മാതാപിതാക്കൾക്ക്, ജോലിസ്ഥലത്ത് പ്രശ്നം വന്നാൽ കുറ്റം മാതാപിതാക്കൾക്ക്, വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുറ്റം മാതാപിതാക്കൾക്ക്. അയ്യോ, മടുത്തു ദൈവദാസനെ, നിന്റെ മടുപ്പിന് കർത്താവ് അറുതി വരുത്തും. ആമേൻ. മക്കളെ, അങ്ങനെ പരാതി പറയുന്ന അനുഭവം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഈ ആഴ്ചത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ മാറ്റുന്ന ആ വാഗ്ദത്ത വചനത്തിലേക്ക്, അഥവാ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വചനത്തിലേക്ക്, യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. തിന്നുകളഞ്ഞ അഥവാ നഷ്ടപ്പെട്ടുപോയ സംവത്സരങ്ങൾക്ക്, നഷ്ടപ്പെട്ടുപോയ, നഷ്ടപ്പെടലിൻ്റെ തീരാവ്യത അനുഭവിച്ച, കണ്ണുനീർ കുടിച്ച കഴിഞ്ഞ വർഷങ്ങൾക്ക് ദൈവം ഈ വർഷം പകരം നൽകും. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, നീ കരഞ്ഞ ആ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് മാറുവാൻ പോകുന്നു. ഇനിയും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചോർത്ത് കരയുവാൻ, വിലപിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ നീ ദൈവസന്നിധിയിലായിരിക്കുന്നു. കേൾക്ക്,
ഇനിയും അவ்விധത്തിലൊന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് അല്പം കൂടെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയെങ്കിൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും 3 സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 3 സംഭവങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്ക് ആ 3 സന്ദർഭങ്ങൾ ഓർമ്മ വന്നു. ഈ ദിവസങ്ങളിൽ പലപ്പോഴും എന്നെക്കൊണ്ട് ഒത്തിരി പേരോട് കർത്താവ് പറയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ കണക്ക് കൂട്ടലുകളിൽ നമ്മുടെ വേദനകൾ പലപ്പോഴും ലോകത്തിന് വേദനയായി തോന്നാറില്ല, അല്ലേ? അങ്ങനെയല്ലേ സഹോദരി? നിന്റെ സങ്കടത്തെക്കുറിച്ച്, നിന്റെ വേദനയെക്കുറിച്ച്, നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. നീ നിന്റെ സങ്കടം നിന്റെ പ്രിയപ്പെട്ടവനോട്, പ്രിയപ്പെട്ടവളോട്, അവരോടൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണ്, ഇതൊക്കെ ലോകത്തെല്ലായിടത്തും ഉള്ളതല്ലേ, ഇതൊക്കെ എന്തോന്നാണ്? രോഗത്തെക്കുറിച്ച് പറയും, ഇതൊക്കെ എന്ത് രോഗം, ഞാനും എൻ്റെ വീട്ടുകാരും അനുഭവിക്കുന്നു, അയ്യോ ഞങ്ങൾ കിടന്ന് അനുഭവിക്കുന്നതാണ് ഈ രോഗം. നീ നിന്റെ കടത്തെക്കുറിച്ച് പറയും, ഇതൊക്കെ എന്ത് കടം, ഇതിലും വലിയ കടമുള്ള ഞങ്ങളൊക്കെ. നിന്റെ രോഗം രോഗമല്ല, നിന്റെ കടം കടമല്ല, നിന്റെ പ്രശ്നമല്ല, നീ അനുഭവിക്കുന്നതൊന്നും ലോകത്തിനൊന്നുമല്ല. അതുതന്നെ ലോകത്തിൻ്റെ കണക്ക് കൂട്ടലുകളിൽ നിന്റെ വേദനയല്ലാതായിത്തീരുന്നു. അതുപോലെ നിങ്ങളുടെ നഷ്ടങ്ങളും പലപ്പോഴും ലോകത്തിൻ്റെ കണക്ക് കൂട്ടലുകളിൽ ഒന്നും അല്ലാതായി തീരാറുണ്ട്, ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ ജോലി നഷ്ടപ്പെട്ടു പോയി, പിന്നെ ചിലപ്പോൾ സഹായമേഫർത്തനെ ആയിരിക്കാം, ചിലപ്പോൾ അല്പം കൂടെ സാവകാശം ചോദിക്കുന്നതാകാം. അതൊന്നും അവർക്കൊരു വിഷയമല്ല. നിന്റെ ജോലി അതത്ര വലിയ കാര്യം, നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലേ ഉള്ളൂ എന്ന മട്ട്. മക്കളുടെ കാര്യം പറഞ്ഞാൽ നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ? നമുക്കല്ലേ അറിയത്തുള്ളൂ. തീ പിടിപ്പിക്കുന്ന അവസ്ഥയാണ്, അല്ലേ സഹോദരി സഹോദര? ചില ദിവസങ്ങൾ, ചില അക്കാഡമിക് ഇയേഴ്സ് മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ചില തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കറിയത്തില്ല. ആ ഒരാഴ്ച ജോലിക്ക് പോകാതിരുന്ന ഇവിടെ അടുത്ത് വീണ്ടും പലിശയ്ക്ക് എടുക്കേണ്ടി വരും, ഇല്ലേ? മകളുടെ 1 വർഷം നഷ്ടപ്പെട്ടു പോയാൽ ആ 1 വർഷം വീണ്ടും കടക്കാരനെ തുടരേണ്ടി വരും. നിൻ്റെ സ്വപ്നം മുഴുവൻ ആ മകനിലാണ്, മകളിലാണ്. പക്ഷേ നീ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കേൾക്ക്, നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. ഇനി ചില വർഷങ്ങളെ നിൻ്റെ തലമുറകളിൽ നിന്ന് കവർന്നെടുക്കുവാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ, ഇന്നലകളിൽ കവർന്നെടുത്ത വർഷങ്ങളെ എൻ്റെ ദൈവം തിരികെ തരുവാൻ പോകുക. വലുതാകട്ടെ ചെറുതാകട്ടെ, ലോകത്തിൻ്റെ കണക്കെടുപ്പിൽ വിലയില്ലാത്തതായി പോയ, അല്ലെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ നഷ്ടങ്ങളെ പോലും എൻ്റെ ദൈവം നികത്തും. ചിന്തയിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ നഷ്ടപ്പെട്ട 3 വ്യക്തികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ ഈ മെസ്സേജിന് ശേഷം വായിച്ചു നോക്കുക. വായിക്കാത്തവർ, വായിച്ചവരും വായിച്ചു നോക്കുക. ബൈബിളിലെ വായിക്കുന്നത് നല്ലതാണെന്നേ. അപ്പോൾ ഒന്നാമത് നഷ്ടപ്പെട്ട ആൾ ഒരു ഇടയനാണ്. ആ ഇടയന് 100 ആടുകളുണ്ട്, അതിൽ 1 നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കാൾ അന്നത്തെ കാലഘട്ടത്ത് 100 ആടുള്ള ഒരു ഇടയൻ, അതിൽ നിന്ന് 1 നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമല്ല. ആമേൻ. കാരണം നമ്മൾ വീട്ടിൽ തൊഴുത്തുണ്ടാക്കി വളരെ മനോഹരമായ പണികൾ ചെയ്ത്, ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു ഗോഡ് ഫാം അഥവാ ആട് വളർത്തൽ കേന്ദ്രമൊക്കെ നടത്തുന്നവർക്കറിയാം, വീട്ടിനേക്കാൾ മനോഹരമായ തൊഴുത്തുകൾ ആയിരിക്കും ആടുകൾക്ക് വേണ്ടി പണിത് കൊടുക്കുന്നത്. ആമേൻ. അങ്ങനെ ചെയ്തേ ഇന്ന് വളർത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ല. ആമേൻ. ഒരു സീസണിൽ ഈ ആടുകളുമായിട്ടൊരു ഇടയൻ ഇറങ്ങും. ഒരു പോക്കാണ്, പച്ചപ്പ് തേടി വെള്ളമുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര. ദീർഘനാളുകൾ യാത്ര ചെയ്തിട്ടാണ് ഈ ആടുകളുമായിട്ട് തിരിച്ചു വരുന്നത്. ആ പോക്കിൽ മതിൽക്കെട്ടിനകത്ത്, വീടിനകത്തല്ല ആട് നിൽക്കുന്നത്, മനസ്സിലാക്കണം. വെളിമ്പറമ്പിൽ അപരിചിതമായ സാഹചര്യത്തിൽ അവിടെ ക്ഷുദ്രജീവികളുണ്ട്, ഹിംസ്ര ജന്തുക്കളുണ്ട്, സിംഹങ്ങളുണ്ട്, കരടികളുണ്ട്, ചെന്നായ്ക്കളുണ്ട്, കുറുക്കന്മാരുണ്ട്. പല നിലകളിൽ ഈ ആടുകളിൽ ആഹാരം കാണുന്ന ജീവികളുണ്ട്. അവർ പലപ്പോഴും ഇതിനെയൊക്കെ പിടിച്ചു തിന്നും. അങ്ങനെ നഷ്ടം വരാം. വഴിയിൽ കൊള്ളക്കാരും കള്ളന്മാരുമുണ്ട്. അവരും ആടുകളെ മോഷ്ടിക്കും, അവരുടെ ഉദര പൂരണത്തിനായി. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം. യാത്രയാണ്, പല ആടുകളും മരണപ്പെട്ടു പോകും. അങ്ങനെയും സംഭവിക്കാം. ആരോഗ്യം കുറവുള്ള ആടുകളെ ഇടയൻ ഉപേക്ഷിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ വലിയ കൂട്ടത്തിനോടൊപ്പമുള്ള യാത്ര സാധ്യമായി തീരത്തുള്ളൂ. അങ്ങനെയും സംഭവിക്കാം.
എന്നാൽ ഈ സംഭവിക്കുന്നത് ഒരു കാര്യമാകാതിരിക്കുവാൻ തക്കവണ്ണം ഈ യാത്രയിൽ ഒത്തിരി ആടുകൾ പ്രസവിക്കും, ഒത്തിരി പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന നഷ്ടങ്ങളൊന്നും നഷ്ടമായിട്ട് ഇടയന് കണക്കാക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഒരാട് പോയെന്ന് പറയുന്നത് ഒരു കാര്യവുമല്ല. ഇന്ന് അനേകർ പറയും പോലെ, ഓ അതത്ര വലിയ കാര്യമാണോ, വിട്ടുകളയെന്നേ പറഞ്ഞു അല്ലേ? അങ്ങനെ കേൾക്കുമ്പോൾ ഉള്ളിനകത്ത് തീ കത്തുന്നില്ലേ? ആമേൻ. ലോകത്തിന് കത്തത്തില്ല, പക്ഷേ നഷ്ടപ്പെട്ടത് നിനക്കാണെങ്കിൽ നിന്റെ ഉള്ളിൽ തീ കത്തുന്നത് പോലെ കത്തുന്ന ഒരു ദൈവമുണ്ട്. ആ നഷ്ടപ്പെട്ടതിൻ്റെ വലിപ്പം നോക്കാതെ എൻ്റെ ദൈവം നിനക്ക് തിരിച്ചു തരും. ലോകത്തിന് അത് വലിയ കാര്യമായിരിക്കത്തില്ല. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ വന്ന നഷ്ടം, നിന്റെ കുടുംബത്തിനകത്ത് വന്ന നഷ്ടം നിനക്കത് ഉൾക്കൊള്ളുവാനോ സഹിക്കുവാനോ കഴിയുന്നില്ല. ലോകം പറയാം അതൊരു ചെറിയ കാര്യമല്ലേ, ഇതിനൊക്കെ എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? സഹോദരി, അതല്ലേ ഭർത്താവിൽ കണ്ട ചെറിയൊരു മാറ്റം, ആ ചെറിയൊരു ഫോൺ വിളി, അത് ലോകം പറയും ചെറിയതാണ്, ചെറിയ കാര്യമല്ലേ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? മക്കളുടെ ജീവിതത്തിൽ അതൊക്കെ ആസൂഷ്യൽ സർവ്വസാധാരണമല്ലേ, എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? പക്ഷെ നിനക്കത് സഹിക്കുവാൻ കഴിയുന്നില്ല. ലോകത്തിന് അത് വിഷയമല്ലാതിരിക്കാം. നിന്റെ ഉള്ളം കത്തുന്നുണ്ട്. ആ കത്തുന്ന നിന്റെ ഉള്ളത്തിലെ തീയണയ്ക്കുവാൻ ഉയരത്തിലെ ദൈവം ആ നഷ്ടത്തെ നികത്തും. യേശുവിൻ നാമത്തിൽ ലോകം ചെറിയതെന്ന് പറയുന്ന കാര്യമാക്കാത്ത ആ വിഷയത്തിന് എൻ്റെ ദൈവം പരിഹാരം വരുത്തും. നിന്റെ തലമുറകളിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ കുടുംബത്തിൽ. സഹോദര കേൾക്ക്, ദൈവം ആ നഷ്ടത്തെ തിരികെ തരും. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങളത് തിരികെ പ്രാപിക്കുവാൻ പോകുന്നു. നഷ്ടപ്പെട്ടവരായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പോയത് പോട്ടെ എന്ന് വയ്ക്കാതെ കരയുന്ന സഹോദരി, കരയുന്ന സഹോദര, നിന്നോടാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങനെ ഉദാത്ത മനുഷ്യരൊന്നും ആകണ്ട. നമ്മിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് തിരികെ പിടിക്കുവാനുള്ളൊരു വാശി നമുക്കുണ്ടാകണം. ലോകത്തോടല്ല വാശി. നമുക്കൊരു ദൈവമുണ്ട്. നഷ്ടങ്ങളുടെ വലിപ്പം നോക്കാതെ, എണ്ണം നോക്കാതെ തിരിച്ചു തരുവാൻ മനസ്സുള്ള, തിരിച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ തിരികെ പ്രാപിക്കണം. കാരണം ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മകൾ വലുതാകട്ടെ ചെറുതാകട്ടെ നമ്മുടെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയാണ്. അത് നമ്മൾ പ്രാപിച്ച് സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ദൈവസേനയിലായിരിക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്, അധികം നന്മകൾ നൽകി നമ്മെ മാനിക്കുന്നത്. നമ്മുടെ അല്പത്തിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ അധികത്തിൽ വിചാരകന്മാരാക്കി നമ്മെ ദൈവം മാറ്റും. അതുകൊണ്ട് ചെറിയ നഷ്ടമല്ലേ, പോട്ടെ, നോ, വിട്ടുകളയരുത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്, ഉപവസിക്കുവാൻ തുടങ്ങ്. അയ്യോ പാസ്റ്റർ, ലോകത്തിനത് വിലയില്ലാത്തതാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളിത് പറഞ്ഞാൽ ആരും കൂടെ നിൽക്കത്തില്ല, കളിയാക്കത്തേ ഉള്ളൂ. ഇല്ല, കളിയാക്കാതെ നിന്റെ സാഹചര്യം അറിഞ്ഞ്, നിന്റെ ഉള്ളിൽ കത്തുന്ന തീയുടെ ചൂടറിഞ്ഞ് നിനക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ പ്രൈസർ ഫാമിലിയുണ്ട്. കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുവാനും അവസരമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിക്കേണ്ട. സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി ഗ്ലോബൽ വാർഷിപ്പ് സെൻ്ററിൻ്റെ നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ നഷ്ടം അത് തുച്ഛമാണ് അല്ലേ? ഇനി രണ്ടാമത്തെ നഷ്ടം, രണ്ടാമത് നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീക്കാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളൊരു വിധവയാണ്, അഥവാ അനാഥയാണ്, ആരുമില്ലാത്തവളാണ്. അവൾക്ക് 10 ദ്രഹ്മയുണ്ട്. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു പോയി. 9 ബാക്കിയുണ്ട്. വേണമെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 9 ഉണ്ടല്ലോ, 1 പോയുള്ളൂ, തീർന്നുമില്ല. അവൾക്ക് നഷ്ടം വന്നു, അത് അവളുടെ മാത്രം നഷ്ടമാണ്. അവൾക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല അല്ലേ സഹോദര? നിനക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. അവരെങ്ങനെ കിട്ട് തട്ടിക്കളിച്ചാലും കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടില്ല. അവിടെ നിനക്ക് വേണ്ടി നിൽക്കുവാൻ, അവിടെ നിനക്ക് വേണ്ടി പറയുവാൻ ആരുമില്ല. വിഷമത്തോടെ ആയിരിക്കുന്നു. ആ രാജ്യത്ത്, ആ തൊഴിലിടത്ത് നിയമം അവർക്ക് സാധകമാണ്. ശമ്പളം തടഞ്ഞു വെച്ചാൽ, ശമ്പളം തന്നില്ലെങ്കിൽ ചോദിക്കുവാൻ ആരുമില്ല. നീ കരയേണ്ട. നിനക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റിയെഴുതുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അധികാരികളുടെ ഉറക്കത്തെ കെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നിന്റെ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ശബല റാധുര്യ ശമന റഥരെ ശന്ധാർഗന. സഹോദരി, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. അയ്യോ പാസ്റ്റർ, എനിക്ക് വേണ്ടി പറയുവാൻ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. എനിക്ക് ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, സഹോദരങ്ങളുള്ളത് പറയണ്ട. ഇന്ന് അങ്ങനെയാ. പലരും കെട്ടിച്ചൂട്ട് അതോടെ തീർന്നു എന്ന് പറഞ്ഞ് ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. കാലം പോയൊരു പോക്ക് എന്ന് പറഞ്ഞ് അത് വിട്ടുകളയെ. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിനക്ക് വേണ്ടി ഇടപെടുവാൻ എൻ്റെ ദൈവമുണ്ട്. ബന്ധുക്കളോ ചാർച്ചക്കാരോ സുഹൃത്തുക്കളോ സ്നേഹിതരോ നിൻ്റെ കുടുംബത്തിനകത്ത് നീ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരിന് ഒരു മാറ്റം വരുത്തുവാൻ, ഇടപെടുവാൻ ഇല്ലെന്നിരിക്കെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തിന് മാറ്റം വരുത്തുവാൻ, നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെ നിന്നിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുമാറാക്കുവാൻ, അതെ,
ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് നീ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളാകട്ടെ, ഏത് വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്ന ആളാകട്ടെ, നിങ്ങളാരുമാകട്ടെ, നിങ്ങളുടെ നഷ്ടമാണ്. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ യേശു നിങ്ങളുടെ നഷ്ടത്തെ നികത്തും. അവൾ വിധവയായതുകൊണ്ട് അവൾക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. പാസ്റ്റർ, എൻ്റെ മക്കൾക്ക് വേണ്ടി പറയാനൊന്നും ആരുമില്ല. അവിടെ അവനെതിരായിട്ട് നിൽക്കുന്നവരെല്ലാം കാശുള്ള വീട്ടിലെ പിള്ളേരാണ്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവർക്കെല്ലാം കഴിവുണ്ട്. അവർക്ക് എൻ്റെ ചെറുക്കൻ ഇതാ പോകുന്നു, തപ്പി വരുന്നു. ആമേൻ. മിണ്ടക്കവുമില്ല, വായും തുറക്കത്തില്ല. അയ്യോ, അതൊരു പാപം. ആമേൻ. കേൾക്ക്, അവന് വേണ്ടി, അവൻ മൗനമായിരിക്കുമ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ റാധലമാഷകനെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, സഹോദരി, നിന്റെ മകൾക്ക് വേണ്ടി വാ തുറന്നൊരു അക്ഷരം പോലും മിണ്ടാതെ എന്ത് പറഞ്ഞാലും കേട്ട് കണ്ണുനീരോടെ മുറിക്കകത്തിരുന്ന് കരയുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഓ ഷബ റാഥൂറിയ ശമന. ഇനി നിന്റെ തലമുറകൾ സംസാരിച്ച് കേൾക്കപ്പെടാതെ പോയേക്കാവുന്ന വാക്കുകളും എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ തക്കവണ്ണം സംസാരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ഓ റീതലമാഷകനെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മുഴങ്ങുന്ന ശബ്ദമുള്ളവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുക. ആ ബാങ്കിൽ നിന്റെ മകൾക്ക് വേണ്ടി, നിന്റെ മകന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ നിന്നു പോകാതിരിക്കുവാൻ വേണ്ടി സംസാരിക്കുവാൻ പോകുക. ആ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാകുവാൻ പോകുക. നിന്റെ ഭവനത്തിൻ്റെ പണി പകുതി വഴിയിൽ പൂർത്തിയാകാതിരിക്കുവാൻ വേണ്ടി ആ ബാങ്ക് മാനേജറോട് എൻ്റെ ദൈവം സംസാരിക്കുക. റാധലമാഷകനെ. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ കോടതിയിൽ നിന്റെ വക്കീലിന് നാവില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് നാവുണ്ട്. ഓ ജഡ്ജി, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുക. നിനക്കുള്ളത് നഷ്ടപ്പെട്ടു പോകുവാൻ, നീ അനുഭവിക്കേണ്ടത്, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അനുഗ്രഹമായി മാറേണ്ടത് കവരപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. സ്തോത്രം. ഇടയൻ മുൾപ്പടർപ്പിനിടയിലേക്ക് ഇറങ്ങിപ്പോയി അതിനെ തിരികെ പിടിക്കുവാൻ. ഇവൾ ചപ്പുചവറുകൾ അടിച്ചു വാരി വൃത്തിയാക്കി. അവൻ പലതും നഷ്ടപ്പെട്ടു പോകുന്നത് മുൾപ്പടർപ്പുകൾക്കിടയിലും ചപ്പുചവറുകൾക്കിടയിലുമാണ്. ആ വീട്ടിനകത്ത് കൂടിക്കിടക്കുന്ന ചില ചപ്പുചവറുകളൊക്കെ അടിച്ചു വാരി കളയും. സഹോദരി, നിൻ്റെ കുടുംബജീവിതം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന വിവിധത്തിൽ വന്നു കയറുന്ന ചപ്പുചവറുകൾക്കിടയിലാണ്. ചപ്പുചവറുകളായ ചില ബന്ധങ്ങൾ, ചില ഇടപാടുകൾ, ചില നേരം പോക്കുകൾ. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ കാലം ബുദ്ധിയുണ്ട്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന എല്ലാ ചപ്പുചവറുകളെയും അടിച്ചുവാരി വൃത്തിയാക്ക്. നിങ്ങളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ ചപ്പുചവറുകൾ, സഹോദര, ആ ചപ്പുചവറിന് വേണ്ടി നീ ഇനി പൈസ മുടക്കരുതേ. ഓ റീധാബ ഷെഖനെ ബാറാധൂലിയാമ ഷെഖനെ. പല നഷ്ടങ്ങൾക്ക് പിന്നിലും വീട്ടിനകത്ത് വന്നുകൂടുന്ന ചവറുകളുണ്ട്. അടിച്ചുവാക്കി വൃത്തിയാക്ക്. നിൻ്റെ ജീവിതത്തെ വൃത്തിയാക്ക്, നിൻ്റെ ആത്മീയ ജീവിതത്തെ വൃത്തിയാക്ക്, നിൻ്റെ കുടുംബത്തെ വൃത്തിയാക്ക്. ഓ താങ്ക് യു ലോർഡ്. അപ്പോൾ വിധവയായതുകൊണ്ട് അവൾക്ക് വേണ്ടി ആരും ഒരു വാക്ക് പറയത്തില്ല. പക്ഷേ അവളുടെ നഷ്ടം, അതുണ്ടാക്കുന്ന ആഘാതം തിരിച്ചറിഞ്ഞു അവൾക്ക് മുൻപോട്ടുള്ള നിലനിൽപ്പിന് വേണ്ടത് അത് മാത്രമാണ്. വിധവയാണ്, അപ്പോൾ ഇനി കിട്ടാനുള്ള സാധ്യതയില്ല. ഈ 10 വെച്ച് വേണം അവളുടെ മുൻപിലുള്ള ദിവസങ്ങളെ ഓടിത്തീർക്കുവാൻ, അല്ലേ സഹോദര? ആ അല്പം ഒരുപാട് പ്രതീക്ഷയോടെ ചേർത്ത് വെച്ചത് അതിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇനി എന്തു ചെയ്യും? ഭയത്തോടെ ആയിരിക്കുക. കേൾക്ക്, അത് കവർന്നു വച്ചിരിക്കുന്നവരോട് എൻ്റെ ദൈവം ഇടപെടുക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്നിലേക്ക് നിൻ്റെ നന്മ, നിൻ്റെ അധ്വാന ഫലം, നീ ഒത്തിരി നാൾ കഷ്ടപ്പെട്ട ആ നന്മകൾ നിന്നിലേക്ക് തിരികെ വരിക. നോക്കൂ, 3ാമത്തെ ഉപമ നഷ്ടപ്പെട്ടതൊരു പിതാവിനാണ്. ആ പിതാവിന് 2 മക്കളുണ്ട്. 2 മക്കളിൽ ഒരുത്തൻ ആ പിതാവിനോട് തൻ്റെ അവകാശങ്ങൾ ചോദിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സന്തോഷം. അപ്പൻ്റെ ഭവനത്തിലുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സന്തോഷങ്ങൾ എനിക്ക് വേണ്ട. എപ്പോഴും ഭവനത്തിനകത്ത് ചില നിയന്ത്രണങ്ങളുണ്ട്, ഭവനങ്ങൾക്കകത്ത് ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിന് ഭവനം വീടെന്നൊക്കെ പറയുന്നത്. തോന്നുമ്പം വരാം, തോന്നുമ്പം പോകാം. അതൊന്നും ഭവനമല്ല, വീടല്ല മക്കളെ. അങ്ങനെ തോന്നുമ്പം വരാനും പോകാനും പറ്റുന്ന ക്ലബ്ബോ ബാറോ ഒന്നും അല്ല നിങ്ങളുടെ വീട്. അത് തിരിച്ചറിയും. വീട്ടിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് പോക്ക് വരവിനൊക്കെ ഒരു കാലം വേണം. എങ്ങനെ വരണം, എങ്ങനെ പോകണം, ഏത് സമയത്ത് വരണം, ഏത് സമയത്ത് പോകണം, എങ്ങനെയായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, അത് തിരിച്ചറിയുക. അപ്പോൾ നോക്കൂ,
ഈ മകന് അതൊന്നും പറ്റത്തില്ല, അതുകൊണ്ടൊരു പോക്ക്. ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് വേണം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. ശരിയാ, ഭയങ്കര സ്വസ്ഥതയാണ്. ഈ മകനൊരു പോക്കങ്ങ് പോയി. നിറയുണ്ട് അപ്പൻ ഒരു ജീവകാലം മുഴുവൻ സമ്പാദിച്ചു വെച്ചത് വീട്ടിൻ്റെ നിയന്ത്രണത്തിനകത്ത് നിന്ന്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിയന്ത്രണമുള്ളിടത്ത് വർധനവുണ്ട്, നിയന്ത്രണമുള്ളിടത്ത് അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അരുതുകളിലൂടെ പോകരുത്, ചെയ്യരുത്, തിന്നരുത്. കൂടുതൽ പറയണ്ടല്ലോ, പലർക്കും ഇഷ്ടപ്പെടാത്തതാണ്. പാസ്റ്റർ എന്ത് പറഞ്ഞാലും അരുത് അരുത് അരുത്. ആ നിയന്ത്രണത്തിനകത്താണ് വർധനവും വളർച്ചയും ഉള്ളത്. ഓ താങ്ക് യു യേശുവിൻ നാമത്തിൽ. ചില കെട്ടുപാടുകൾക്കകത്താണ് വളർച്ചയും വർധനവുമുള്ളത്. കോഴി ഏതെങ്കിലും റബ്ബർ വളയിൽ പോയി മുട്ടയിട്ട് അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ വിരിപ്പിച്ച് വരുന്നത് നടന്നാൽ മനോഹരമായൊരു കാഴ്ചയും പറയാൻ രസകരവുമാണ്. പക്ഷേ നടക്കാൻ സാധ്യതയില്ല. മുട്ടയിടുമ്പോൾ തന്നെ വല്ല കാക്കയോ പരുന്തോ എടുത്തുകൊണ്ട് പോകും. ഇനി ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്ത് വന്നാലോ അതും പോകുന്ന പോക്കിൽ പോകും. വളർന്നു കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാൽ അടച്ചുറപ്പിക്കപ്പെട്ട ഒരു കൂട്ടിനകത്ത് ഉടമസ്ഥൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ആ കോഴിയിടുന്ന മുട്ടകളെല്ലാം വിരിയും. ആ മുട്ടകൾ സംരക്ഷിക്കപ്പെടും. അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വളരും. ഏത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിയന്ത്രണം എപ്പോഴും നല്ലതാണ്. നിയന്ത്രണമില്ലാത്തിടം അത് വലിയ പ്രശ്നമാണ്. ഈ മകൻ ആ നിയന്ത്രണം ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പോയി. അപ്പൻ നിയന്ത്രണത്തിനകത്ത് വളർത്തി വലുതാക്കിയ സമ്പത്തുമായി മകൻ വിചാരിച്ചു അപ്പൻ്റെ വീട്ടിനകത്ത് പെരുകിക്കൊണ്ടിരുന്ന സമ്പത്ത് എൻ്റെ കയ്യിലും പെരുകും. നോ, അത് പെരുകിയില്ല, അത് നഷ്ടപ്പെട്ടു പോയി. വചനത്തിൽ ഇങ്ങനെ കാണുന്നു. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യം, ദൈവം അപ്പം എന്ന കോല് ഒടിച്ചു കളഞ്ഞു. ഈ മകൻ കൊണ്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പ്രിയരെ, ദൈവസനയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്ന നന്മകളൊക്കെ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകും. ദൈവസനയിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചത് വലുതാകട്ടെ ചെറുതാകട്ടെ, ദൈവസനയിൽ അതിനെ വളർത്തുക, കർത്താവിന് പ്രയോജനപ്പെടുക. പലരും പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കാറുണ്ട്. പ്രാപിക്കേണ്ടത് ദൈവത്താൽ പ്രാപിക്കാറുണ്ട്. ഞങ്ങൾ കാരണക്കാർ അല്ല, എന്നാൽ അവരെ ചേർത്ത് നിർത്തുന്നതിന് മുഖാന്തരമായി കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? ഞങ്ങളിലൂടെ ദൈവിക നിയോഗങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി, കർത്താവിൻ്റെ വേല വർദ്ധിക്കുവാൻ വേണ്ടി, അനേകരോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിടുതലുകളെ നൽകുന്നത് കർത്താവിൻ്റെ വേലയെ കൈത്താങ്ങുവാനാണ്. അക്കാര്യം മറന്നു പോകരുത്. അവൻ ലോകവഴികളിൽ ചിലവഴിക്കപ്പെടുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അവൻ നഷ്ടപ്പെട്ടവനായി തിരികെ വരുന്നു. ഒരു മകൻ നഷ്ടപ്പെട്ടു. അപ്പോൾ വേണമെങ്കിൽ ലോകത്തിന് പറയാം, ഒരു മകനുണ്ടല്ലോ, അവൻ നല്ല ചെറുക്കനാ, ആ പോയവൻ പോട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ പഠിപ്പിക്കുന്ന, ലോകത്തിനൊപ്പം ചേർന്ന് കൈയടിക്കുന്നവനല്ല. ദൈവം നഷ്ടപ്പെട്ടു പോയ നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം മടക്കി വരുത്തും. അപ്പം എന്ന കോലൊടിച്ച് അയ്യോ പൊത്തോ എന്ന് വിളിച്ച് നിൻ്റെ തലമുറ മടങ്ങി വരും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. മാതാവേ, പിതാവേ, നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം മടക്കി വരുത്തും. അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിൻ്റെ കാത്തിരിപ്പ് വൃഥാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നഷ്ടം ചെറുതാകട്ടെ, നഷ്ടം വലുതാകട്ടെ, അപ്പനോട് ചോദിച്ചാൽ ഇതിലും വലിയൊരു നഷ്ടമില്ല. പക്ഷേ ആ നഷ്ടത്തെയും നികത്തിയൊരു ദൈവം. ആമേൻ, സ്തോത്രം. അവിടെ 3 ഉപമകളിൽ 3 കാര്യങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, വലിയൊരു കൂട്ടമായിരുന്നിട്ടും 100 ആടുകൾ ഉണ്ടായിരുന്നിട്ടും ഒരാട് നഷ്ടപ്പെട്ടത് ഇടയൻ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മകൾ അത് വലുതാകട്ടെ ചെറുതാകട്ടെ, അതേക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. അത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചറിയണം, അത് തിരികെ പിടിക്കുവാൻ അതിനുവേണ്ടി പോരാടണം. ഓ താങ്ക് യു ലോർഡ്. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചെറുതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന വലിയ കാര്യങ്ങളുടെ തുടക്കമായി മാറുന്നത്. മറന്നു പോകരുത്. 2, ആ സ്ത്രീ, വിധവയായ സ്ത്രീ വൃത്തിയാക്കി, അടിച്ചു വാരി പുറത്താക്കേണ്ടതിനെല്ലാം പുറത്താക്കി, വൃത്തിയാക്കുന്ന കാര്യം മറക്കരുത്. അടിച്ചു കളയേണ്ടതിനെല്ലാം അടിച്ചു കളയണം. നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്ന്, നിങ്ങളുടെ ഫോണിനകത്ത് നിന്ന് പോ എന്ന് പറഞ്ഞ് ഓടിക്കുവാൻ കഴിയണം. 3, അപ്പൻ ഉറച്ചു നിന്നു. ആ മകൻ്റെ പിന്നാലെ ഓടിപ്പോകാതെ. പല അപ്പന്മാരും അമ്മമാരും അങ്ങനെയാണ്. മക്കൾ പോകുന്ന വഴിക്കൊക്കെ അങ്ങ് പൊയ്ക്കളയും. അങ്ങനെയൊന്നും പോകരുത്. മക്കൾ കൈവിട്ട കളി കളിക്കുക, അതിൻ്റെ കൂടെ പോയി നിങ്ങൾ നശിക്കരുത്. ഉറച്ചു നിൽക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അനേകർക്ക് അനുഗ്രഹമാകും വിധത്തിൽ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി
വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക, പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. ദൈവവചനവുമായിട്ട് ചേർന്ന് നിൽക്കുവാനുള്ള അസുലഭമായ അവസരമാണ് പ്രൈസർ ഫാമിലിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നോക്കൂ, എല്ലാ ദിവസങ്ങളും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്ക് എന്ന പ്രോഗ്രാമുമായി നമ്മൾ ഒരുമിച്ചായിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്താം. നിത്യത എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ച് നമുക്ക് മുന്നേറാം. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള മെസ്സേജും പ്രാർത്ഥനയും നിങ്ങൾക്ക് ലഭ്യമാണ്. ജോയിൻ ചെയ്യുക. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ സഭാരാധന കൃത്യം 10 മണിക്ക് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക്. തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു പുതിയ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനോ കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് വരുവാനോ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവികമായത് കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവരും കരയുന്നവരും നിരാശപ്പെടുന്നവരുമായി ഇവരായിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയതിനൊക്കെ തിരികെ നൽകി ഇവരുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗമങ്ങ് തീർക്കണമേ. കരഞ്ഞ് ഉറക്കമില്ലാതെ എഴുന്നേറ്റിരുന്ന രാത്രികൾക്ക് സ്വർഗമങ്ങ് അറുതി വരുത്തണമേ. പരസ്പരം കുറ്റം പറഞ്ഞ അനുഭവങ്ങൾക്ക് ദൈവമങ്ങ് അറുതി വരുത്തണമേ. എല്ലാ നഷ്ടങ്ങളെയും സ്വർഗമങ്ങ് നികത്തണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകണമേ. ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ തടസ്സങ്ങൾ മാറി രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികളായിട്ട് തൊഴിലിടത്തിൽ അവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇപ്പോൾ സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങളും വഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഓർത്തറൈറ്റിസ് മാറിപ്പോകട്ടെ. ബാക്ക് പെയിൻ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ജന്മനാൽ രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണേ. ഹാർട്ട് ഡിസീസസ് സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ന്യൂറോ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്വർഗം അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, നടക്കുവാൻ കഴിയാതെ ജോയിൻറ്റുകൾ പെയിനായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. കലഹങ്ങളും കലക്കങ്ങളും സംശയരോഗങ്ങളും മാറിപ്പോകട്ടെ. യേശുവേ, ചേർത്ത് വയ്ക്കണമേ അപ്പാ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. നല്ല റിസൾട്ടുകൾ പഠിക്കുന്ന മക്കളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അടിമത്വങ്ങൾ മാറിപ്പോകട്ടെ. മൊബൈൽ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, പോണോഗ്രഫി എല്ലാം മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ കരയുന്നവർ ആ നഷ്ടത്തെയും സ്വർഗം അങ്ങ് നികത്തണമേ. കരങ്ങളിൽ ധാരാളമായി നൽകി സ്വർഗം മാനിക്കണമേ. ഭവനങ്ങൾ പണിതെടുക്കട്ടെ. വസ്തുവകകൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിലേക്ക് ചേർത്ത് നിർത്തുക. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.